ഈ സെയ്ദ് അലിയിൽ നിന്ന് കിട്ടിയ ഒരു കണക്ഷനാണ് ഹിമ കളക്ഷൻസ്. ഒരർത്ഥത്തിൽ ആൻസി വളർത്തിയ സ്ഥാപനം. ഈ വീഡിയോ കേസ് ആദ്യം പുറത്തു വരുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? മാഡവും ഋഷിയും. അല്ല, ഋഷിയെ നമ്മൾ അന്നും ഇന്ന് സംശയിക്കുന്നതാണല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം അവരങ്ങോട്ട് പോയിരിക്കുന്നല്ലേ? അതല്ല ആൻസി, ഈ ഋഷിയും കടന്ന് ഋതുപ്പിള്ളിയിലേക്ക് പോകുന്ന എന്തോ ഒരു ചരിത്രമുണ്ട്. നോക്കാം. രാജ്മോഹൻ സാർ വരട്ടെ. ഒരു മിനിറ്റ്. ഹലോ. ആ സാർ, സാറ് കേരളത്തിലേക്ക് വരുന്നുണ്ടോ? എന്താ സാറേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവർ ഇൻ്റർവ്യൂവിന് പെർമിഷൻ തരുമെന്ന് എനിക്കറിയില്ല. ഇല്ല സാറേ, എനിക്കങ്ങനെ ഇൻസിസ്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. സാറ് തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക് ആൻസിയോട്. ഓക്കെ ഓക്കെ, ശരി സാർ. സാറ് നാട്ടിലേക്ക് വരുമ്പോൾ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ, വിളിച്ചാൽ മതി സാർ. ഓക്കെ. ആൻസി. സാർ. അതെ, ആൻസിയുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അയ്യോ, അത് വേണ്ട സാർ. KGC ഇവൻസിലൂടെ എല്ലാം പറയുന്നുണ്ടല്ലോ. മാത്രമല്ല, കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട് എന്തെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ അത് ബുദ്ധിമുട്ടാവും സാർ. ശരിയാ, അതാണ് കറക്റ്റ്. ആൻസിയുടെ വാക്കുകൾക്ക് ഇപ്പോൾ പൊന്നിൻ്റെ വിലയാ. ഇനിയിപ്പോൾ ആ വാക്കുകൾ ഞാൻ KGS ഈവനിങ്സിൻ്റെ എക്സ്ക്ലൂസീവ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്താ സാർ? KGS ഈവനിങ്സിനെ ഇങ്ങനൊരു വളർച്ചയിലേക്ക് കൊണ്ടുവന്നത് ആൻസിയാ. അതുകൊണ്ട് തന്നെ ഇനി KGS ഈവനിങ്സ് അവതരിപ്പിക്കേണ്ടത് ആൻസിയാ. ഇത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്. ആൻസി അതിനെ എതിര് നിൽക്കില്ല എന്നുള്ള എൻ്റെ അതിസ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു പോകുന്ന. സാർ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിനൊപ്പം ഉണ്ടാവും. എങ്കിൽ റെഡി ആയിക്കോ. അടുത്ത ചാപ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. ഓക്കെ സാർ. സാർ, ഋതു മാഡത്തിനെ ഞാനൊന്ന് വിളിച്ചു നോക്കണോ? എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി. അവരിതിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അല്ലേ? അതെ സാർ. നമുക്കാരെയും വിശ്വസിക്കാനാവില്ല ആൻസി. ആൻസി ഒരു സ്ത്രീയാ. അവരും ആൻസിക്ക് തുറന്ന് വിശ്വസിക്കാവുന്ന മറ്റേതെങ്കിലും സ്ത്രീയെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ജീവിതത്തിൽ? ആലോചിക്കേ, ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കേ. ജന്മം തന്ന അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആൻസി അവരെ എപ്പോഴെങ്കിലും അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? ഒരു കൂടപ്പറപ്പുണ്ടല്ലോ, ആനി. അവരിപ്പോൾ ആൻസിയുടെ ആരാ? അപ്പൊ പിന്നെ ഋതു പിള്ള ആൻസിക്ക് ആരുമല്ല. അത്രയും ചിന്തിച്ചാൽ മതി കേട്ടോ. സിജി, ആ ഋതു പിള്ളയെ നമ്മൾ കാര്യമായിട്ടൊന്ന് ഇൻട്രോഗേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. ശരിയാ സാറേ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ചെന്ന് നിൽക്കുന്നത് ക്രിസ്റ്റിയിലാണെങ്കിൽ നമുക്കവരെ ഒന്നുകൂടി ചോദ്യം ചെയ്യാം സാർ. വാ സിജി, ഏതാ ഫ്ലാറ്റ്? സാർ 1B ആണ് സാർ. ദാ ഇവിടെ. ആരാ? മാഡം ഇല്ലേ? ഉണ്ട് സാറ്. സ്റ്റോറി പറയാൻ വന്നതാണെങ്കിൽ വൈകുന്നേരം ഇരിക്കാന്നാ പറഞ്ഞത്. കഥ പറയാനല്ല, കുറച്ച് കഥകൾ ചോദിച്ചറിയാനാ വന്നത്. ഏത് പടത്തിന്റെ കാര്യം സാർ? ഈ ഇടയ്ക്ക് റിലീസായ ഒരു പടത്തിന്റെ കഥയാ. റിലീസായ പടം? എന്താ റിലീസായ പടത്തിന്റെ കഥ പറഞ്ഞൂടെ? മാഡം ഈവനിങ് വരെ ഫ്രീ അല്ല സാർ. ഞങ്ങൾ ആരും ഫ്രീ അല്ലടോ. അതാ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്. എവിടെ നിന്നാണ് സാർ? സൈബർ ഡിവൈസ്. വരണം സാർ. അല്ല സാർ വരണം. മാഡത്തിന് ഇപ്പൊ സമയമില്ലല്ലോ. അത് കുഴപ്പമില്ല സാർ. സാർ വരണം. ഓക്കെ, വരൂ സാർ. വരൂ, ഇരിക്കൂ സാർ. ഞാനിപ്പോ വിളിക്കാം. സാർ ഇരിക്കേ. കാശ് കുറെ മുടക്കിയിട്ടുണ്ട്. സാർ ഇരിക്കാൻ പറഞ്ഞു. മാഡം ഇപ്പോൾ വരും. ഇയാൾക്ക് എന്താ ഇവിടെ പരിപാടി? ഞാൻ മാഡത്തിന്റെ മാനേജറാ. എവിടെയാ സ്ഥലം? കട്ടപ്പനയാ സാർ. എത്ര നാളായി ഈ മാഡത്തിൻ്റെ കൂടെ കൂടിയിട്ട്? 7 വർഷമായി. ഡ്രൈവറായിട്ട് കൂടിയതാ, പിന്നെ മാനേജറായി.
അപ്പോൾ മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്താ സാർ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെങ്കിൽ ഇങ്ങോട്ട് വരുവോടോ. ഇതാരാ? അത് മാഡത്തിന്റെ ആയാണ് സാർ. ഓ, സിനിമയാകുമ്പോൾ ആയവാണല്ലോ അല്ലേ? സാറേ ചായ എടുക്കണോ? വേണ്ട. ശരി. ഹരി, ദാ വരുന്നു മാഡം. ആ ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഷൂട്ട് നടന്നില്ല. സെറ്റിലൊക്കെ വെള്ളം കയറി. ഉച്ചയ്ക്ക് ശേഷം ഡയറക്ടർ വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കുക. ഏത് പടോ? മലയാളം മൂവിയാ. അങ്ങോട്ടിരിക്കാം സർ, വാ. മാഡത്തിന്റെ സ്വദേശം എവിടെയാ? എന്റെ നേറ്റീവ് ബേസിക്കലി കോയമ്പത്തൂരാ. അപ്പ അമ്മയെല്ലാം കോയമ്പത്തൂരാ. അപ്പ ഇറന്നിട്ടാറ്, അമ്മ ഇருக்கு. ഒരുപാട് തമിഴ് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? യെസ്. എന്റെ ഫസ്റ്റ് മൂവി വന്ന് തെലുങ്ക്. അത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് മലയാളം മൂവി 14 years ബാക്ക്. ഐ ഹാവ് വൺ ഡൗട്ട്. നിങ്ങൾ മീഡിയക്കാരാണോ? ചോദ്യം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ഒരു സിനിമ ആർട്ടിസ്റ്റ് ആവുമ്പോ ചോദ്യം വരുന്നത് സ്വാഭാവികമായും സിനിമയെ കണക്ട് ചെയ്തായിരിക്കും. മാഡത്തിന് പേഴ്സണൽ കോസ്റ്റ്യൂമർ ഉണ്ടോ? ഇല്ല, ഓരോരോ ലാംഗ്വേജ് മാറി മാറി വരുമ്പോ അവിടെ ആവശ്യമുള്ള കോസ്റ്റ്യൂമേഴ്സിനെ വിളിക്കും. ഈ ഹിമ കളക്ഷൻസിന്റെ കോസ്റ്റ്യൂമാണോ മാഡം ഇപ്പോൾ ഇട്ടിരിക്കുന്നത്? നോ നോ. അതെന്താ ഹിമ കളക്ഷൻസിന്റെ കാര്യം സാറിനോട് ചോദിക്കുന്നത്? മാഡം, ഹിമ കളക്ഷനുമായി മാഡത്തിന് എന്താ ബന്ധമെന്നാണ് ചോദിച്ചത്. ഋതുപിള്ള നിങ്ങളുടെ ഫ്രണ്ടാണോ? ഋതുപിള്ള ഫ്രണ്ട് അല്ല, കേട്ടിട്ടുണ്ട്. ഷോപ്പിൽ പോയിട്ടുണ്ട്. ഈ ആൻസി വർഗീസ് എന്ന സ്ത്രീ അവരുടെ ഡിസൈനർ ആയിരുന്നു. അവരെ നിങ്ങൾക്കറിയോ? അവരായിരുന്നു അവിടുത്തെ ഡിസൈനർ എന്ന് എനിക്കറിയത്തില്ല. ഹിമ കളക്ഷൻസിന്റെ ചില ഡിസൈൻസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വഴി. ഓൺലൈൻ വഴി നിങ്ങൾ നേരിട്ടാണോ പർച്ചേസ് ചെയ്തിരുന്നത്? ഇല്ല സർ, എനിക്ക് കോസ്റ്റ്യൂം അസിസ്റ്റൻസ് ഉണ്ട്. അവർ ഓർഡർ കൊടുക്കും, ഞാൻ ഡിസൈൻസ് ചെക്ക് ചെയ്യും. എനിക്ക് ആവശ്യമുള്ളത് ബ്രീഫ് ചെയ്യും, അത്രയുള്ളൂ. കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ആയിരുന്നോ ക്രിസ്റ്റി? ക്രിസ്റ്റിയോ? ഹിമ കളക്ഷൻസിന്റെ എല്ലാ കോസ്റ്റ്യൂംസും ക്രിസ്റ്റിയാണ് നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓ യെസ്, ക്രിസ്റ്റി. ക്രിസ്റ്റിയാണ് സാധാരണ കോർഡിനേറ്റ് ചെയ്യാറ്. ഞാൻ മെസ്സേജ് കൊടുക്കാറുള്ളൂ. ഈ ക്രിസ്റ്റി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? നോ നോ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഓൺലി മെസ്സേജസ് മാത്രമേ ഉള്ളൂ. നോർത്ത് ഇന്ത്യനാ. ഈ ക്രിസ്റ്റിയുമായി നിങ്ങൾ ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നാ? അത് ഹരിക്കേ അറിയുള്ളൂ. ഹരി, മാഡം, എന്നാ ലാസ്റ്റ് ക്രിസ്റ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, നമ്മൾ ഓർഡർ കൊടുത്തത്? 2 ആഴ്ച മുമ്പാണ് മാഡം അത്. നമ്മൾ എന്തിനാ ഓർഡർ കൊടുത്തത്? മാഡം, അത് തെലുങ്ക് പടത്തിന്റെ സോങ് സിറ്റുവേഷന് വേണ്ടിയാ. ആ യെസ്, കറക്റ്റ്. ഒരു തെലുങ്ക് പടത്തിന്റെ സോങ്സിന് വേണ്ടി കുറച്ച് ഗ്ലാമർ ഡിസൈനിലുള്ള ഡ്രസ്സസ് വേണമായിരുന്നു. പക്ഷെ ഞാൻ ആ മൂവി ഡ്രോപ്പ് ചെയ്തു. ഡ്രസ്സ് വാങ്ങിയതുമില്ല, അല്ലേ ഹരി? അതെ മാഡം. അനന്ത സാറിന്റെ പടം തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ആ തെലുങ്ക് പടം ഡ്രോപ്പ് ചെയ്തല്ലോ. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്തതുമില്ല. യെസ്, എക്സാക്ട്ലി. ഈ അനന്തകൃഷ്ണൻ നിങ്ങളും ചേർന്ന് ഒരു മൂവി പ്ലാൻ ചെയ്തിരുന്നു. യെസ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയിൽ ഞാനൊരു മെയിൻ ക്യാരക്ടറാ ചെയ്യുന്നത്. അതൊക്കെ ഓക്കെ. അതിന്റെ മെയിൻ പ്രൊഡ്യൂസർ നിങ്ങളാണോ? അങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, ബട്ട് നോട്ട് കൺഫേംഡ്. മാഡം, ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആരാ? മിസ്റ്റർ ബേബി, പന്തളം ബേബി. സർ, ഈ ക്രിസ്റ്റിയുമായി കണക്ട് ചെയ്ത് എന്ത് സൈബർ കേസാ? മനസ്സിലായില്ല. ക്രിസ്റ്റിയുടെ കാര്യമാണല്ലോ സാർ എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനന്തകൃഷ്ണന്റെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്കറിയോ? ഇഷ്യൂസൊക്കെ ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളും അനന്തകൃഷ്ണനും പണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരായിരുന്നുവെന്ന് ഇപ്പൊ സിനിമാക്കാർക്കിടയിൽ ഒരു ഗോസിപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഗോസിപ്പ് ഇപ്പോഴും ഉണ്ട് സർ. ഞാനും അനന്തനും ഒരുമിച്ച വർക്ക് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഗോസിപ്പ് ഇനിയും കൂടും. ഈ ആൻസിയും അനന്തനും ഡിവോഴ്സ് ചെയ്ത് സെപ്പറേറ്റ് ആയത് നിങ്ങൾക്കൊരു സൗകര്യമായി കാണും അല്ലേ? സർ പ്ലീസ്. മിസ്റ്റർ അനന്തകൃഷ്ണന്റെ മുമ്പിൽ ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രമാണ്, അദ്ദേഹം ഒരു ഡയറക്ടറും. ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ സർ അങ്ങനെ കണ്ടാൽ മതി.
അതിനപ്പുറത്തേക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ പോലീസുകാർ സംശയിച്ചാൽ അതിലെന്താണ് മാഡം തെറ്റ്? തെറ്റൊന്നുമില്ല സർ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു സ്ത്രീയാണ്. അനന്തന്റെ കാര്യം എനിക്കറിയില്ല. ഞങ്ങൾ ഒരുമിക്കണം എന്ന് ആദ്യകാലം തീരുമാനിച്ചതാ. പക്ഷേ അനന്തന്റെ ജീവിതത്തിലേക്ക് പോയി, ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും. പക്ഷെ വീണ്ടും ഒരുമിക്കണമെന്ന് രണ്ടുപേരും ആഗ്രഹിച്ചാൽ ഒഴിവാക്കേണ്ടവരെയൊക്കെ ഒഴിവാക്കും, അല്ലേ മാഡം? സർ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻസി വർഗീസിന്റെ പേരിലുള്ള ഒരു വ്യാജ വീഡിയോ ഇഷ്യൂ മാഡത്തിന് അറിയാമല്ലോ. കേട്ടിട്ടുണ്ട്. ആ കേസിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ തേടി പോകുമ്പോൾ ഈ ക്രിസ്റ്റി എന്ന ആളിലേക്കാണ് ഞങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ക്രിസ്റ്റിയിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് നൂർജഹാനെ കടന്നു പോകാതെ പറ്റില്ല. സർ, എനിക്ക് ക്രിസ്റ്റിയെ നേരിട്ട് അറിയില്ല. അറിയില്ല എന്നൊരു വാക്കിൽ അവസാനിപ്പിക്കില്ല ഞങ്ങൾ പോലീസുകാര്. അറിയില്ല എന്ന വാക്കിനപ്പുറത്ത് അറിയും എന്നൊരു വാക്കുകൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ മാഡം, ഞങ്ങൾ ഇനിയും വരും. സർ, ക്രിസ്റ്റിയെ അന്വേഷിച്ചു വന്നിട്ട് കാര്യമില്ല. ക്രിസ്റ്റിയുടെ മെസ്സേജ് നിങ്ങളെ തേടി ഇനിയും വരും. ഒരു കാര്യം ഓർത്താൽ മതി, നിങ്ങളും നിങ്ങളുടെ മൊബൈലും ഇമെയിലും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എപ്പോഴും. ആ, മഴയൊന്നുമില്ലല്ലോ, ഷൂട്ടിന് പോട്ടെ. ആയിക്കോട്ടെ മാനേജറെ, കാണണം. സാറേ, ഈ ക്രിസ്റ്റി എന്ന് പറയുന്നവൻ ആരാണ്, എന്താണ്, എവിടുത്തുകാരനാണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലേ? ഇല്ല സർ. സാറേ, ഇപ്പൊ ഈ സെയ്തലിക്ക് അറിയത്തില്ലേ? അവനെ ഒന്ന് കാര്യമായിട്ട് ചോദ്യം ചെയ്താൽ അറിയാലോ. അല്ല, അവന്റെ നമ്പറിൽ നിന്നല്ലേ ഈ പോസ്റ്റ് പോയിരിക്കുന്നേ? അത് ശരിയാ. പക്ഷേ ആ ഫോൺ നമ്പറിന്റെ അഡ്രസ് ഈ സെയ്തലിയുടെ. അവർ തമ്മിൽ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ അവിടെ നിന്ന് പോയതിന് ശേഷം അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ അവൻ കള്ളം പറയുന്നതാണെങ്കിലോ? കള്ളം പറഞ്ഞാലും അതൊരു പരിധി വരെ നിൽക്കും മാഡം. അവനെ കൃത്യമായി റീഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ക്രിസ്റ്റി സെയ്തലിയുമായി പർപ്പസായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണെന്നാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരു സൈബർ കേസ് വന്നാൽ അത് ഏത് തന്ത്രത്തിൽ ഒളിപ്പിക്കണമെന്ന് കൃത്യമായി പഠിച്ച ആരുടെയോ ബുദ്ധി ഈ ക്രിസ്റ്റിയിലുണ്ട്. അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കുന്നവർക്കുണ്ട്. ഇത്തരം സൈബർ ഇഷ്യൂസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായി പഠിച്ച ആരോ ഉണ്ട്. അത് ക്രിസ്ത്യൻ ആവണമെന്നില്ല. ഈ യങ്സ്റ്റേഴ്സ് പിള്ളേരൊക്കെ ഇക്കാര്യത്തിൽ വലിയ മിടുക്കന്മാരും മിടിക്കുള്ളൂ, അല്ലേ പല്ലവി? ആ സാർ, ഒരു രസത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്. സ്കൂൾ കുട്ടികൾ വരെ അവർ രസത്തിന് വേണ്ടി ചെയ്യുന്നതാ. ഇപ്പൊ ഈ മോർഫിംഗ് ടെക്നോളജിയൊക്കെ എല്ലാ ഫോണിലും ആപ്ലിക്കേഷനായിട്ടുണ്ടല്ലോ. അപ്പോ ഇതൊരു നിസ്സാര കാര്യം എന്നാണോ പല്ലവി പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല സാർ. ഇതാരും ചെയ്യാൻ പാടില്ലല്ലോ. ഭർത്താവുമായി ഇഷ്യൂവായി മാറിയതിന് ശേഷം ഋഷിയുടെ മദറുമായി പല്ലവി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്. അവർ സംസാരിക്കുന്നത് അവരുടെ മകന് വേണ്ടിയാണോ അതോ മരുമകൾക്ക് വേണ്ടിയോ? സാറേ, അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന ആൾക്ക് നൂർജഹാനുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാറ്റർ അവിടെ തന്നെ ഒളിഞ്ഞു കിടക്കല്ലേ സാർ? കുഞ്ഞമ്മയും ചിറ്റപ്പനോട് ഇഷ്യൂ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് അവർക്കായിരിക്കും. കുഞ്ഞമ്മയെ സംശയിക്കുന്നത് അതല്ലേ? ശരിയാ സർ, പല്ലവി പറയുന്നതല്ലേ ശരി. എന്നെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനന്തന്റെ ജീവിതം നേരത്തെ ആഗ്രഹിച്ചിരുന്ന നൂർജഹാൻ തന്നെ ആയിരിക്കില്ലേ എന്റെ പിന്നില്? ഇപ്പൊ ഈ ക്രിസ്റ്റി വഴി വന്നിരിക്കുന്ന കണക്ഷനും അത് തന്നെയല്ലേ നമുക്ക് കാണിച്ചു തരുന്നേ? അതൊക്കെ ശരി തന്നെ ആൻസി. പക്ഷേ ഈ ഋതു പിള്ളയുടെയും ക്രിസ്റ്റിയുടെയും ഈ നൂർജഹാന്റെയും ഇടയിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. ആൻസി വർക്ക് ചെയ്തത് അവരുടെ സ്ഥാപനത്തിലല്ലേ? സാറിപ്പോ പറഞ്ഞത് വെച്ച് നോക്കിയാ ആൻസിയുടെ ഡിസൈനർ വെയർ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തത് ഈ സ്ത്രീയാ, ഈ നൂർജഹാൻ. അപ്പൊ ഇങ്ങനൊരു ബിസിനസ് ഡീൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയിൽ നിന്ന് മറ്റൊരു സ്ക്രീൻ പ്ലേ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. എനിക്കങ്ങനെ തോന്നുന്നേ. സാറേ, ഈ നൂർജഹാന് വേണ്ടിയിട്ട് ഞാനൊരു ഡിസൈനും ചെയ്തു കൊടുത്തിട്ടില്ല. ബാംഗ്ലൂരും തമിഴ്നാട്ടിലുമുള്ള ചില VIP ഫാമിലീസിന് വേണ്ടിയിട്ട് ഞാൻ ചില മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഋതു മാഡത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തു കൊടുത്താ. അതൊക്കെ ഓപ്പൺ മാർക്കിൽ പോയിട്ടുണ്ടാവും. പിന്നെ ഈ നൂർജഹാന്റെ ചില വീഡിയോസിലൊക്കെ ഞാൻ പിന്നെ ആ ഡ്രസ്സ് കണ്ടിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ നോർമൽ അല്ലേ? അതിന്റെ പിന്നിൽ ഈ ക്രിസ്റ്റി ഉണ്ട്. നൂർജഹാന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫാഷൻ ഡിസൈനുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഈ ക്രിസ്റ്റിയാ. ഇതാരാണ് സാർ ഈ ക്രിസ്റ്റിയാണെന്ന് പറഞ്ഞത്? അവൻ ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഈ നൂർജഹാൻ പോലും കണ്ടിട്ടില്ലെന്നല്ലേ പറയുന്നേ? അതാണ് സാറേ,
ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന ആൾ ഒരാണ് തന്നെ ആവണമെന്നില്ല. ഈ പറയുന്ന തലങ്ങളിലൊക്കെ ഈ ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെട്ടത് ഒരു പുരുഷൻ തന്നെ ആവണമെന്നില്ല. ഒരുപക്ഷെ അതൊരു പെൺകുട്ടിയാകാം. ഐഡന്റിറ്റി പ്രൂവ് ചെയ്യിക്കാതെയുള്ള ഒരു മൂവ്മെന്റ്. നമ്മുടെ IP നമ്പറിൽ ഒരു ഫോൺ കോൾ പോലും വരുന്നില്ല. ഫുൾ മെയിലാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും. ഹിമ കളക്ഷൻസിലെ MD കിട്ടുന്നതും മെയിലാണ്. നൂർജഹാന് കിട്ടുന്നതും അവരുടെ മെയിൽ IDയിലേക്കാണ്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ സാറേ. ഐഡന്റിറ്റി പുറത്ത് കൊണ്ടുവരാതെയുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്. അതെ, പക്ഷേ ഞങ്ങൾ അന്വേഷണം വഴിമുട്ടി പോവില്ല സാർ. ആൻസി ആഗ്രഹിക്കുന്നത് പോലെ പ്രതി ആരായാലും ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും. ചിലപ്പോ അത് പ്രതികൾ തന്നെ ആവാം. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ആ സാറൊന്ന് വന്നേ. എന്താ സാർ? ഈ പല്ലവി വീട്ടിലേക്ക് പോകുന്നില്ല സാർ? ഇല്ല, അവർക്ക് അർഹതപ്പെട്ട പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടി ത്രൂ കോടതിയിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ അവരുടെ ഡൈവോഴ്സും. എന്താ സാറേ ചോദിച്ചത്? ഹിമ കളക്ഷൻസിലെ MDയുടെ സിസ്റ്റത്തിൽ നിന്നും ക്രിസ്റ്റിയുടെ നമ്പറിലേക്ക് അവസാനം പോയ 2 മെയിലുകളും അയച്ചിരിക്കുന്നത് ഈ പല്ലവിയ. അതെന്താണ് സാർ? ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ്. അതുകൊണ്ട് സാർ പല്ലവി ഒന്ന് ക്ലോസായി വാച്ച് ചെയ്യണം. ആൻസിയോടും അത് സൂചിപ്പിക്കുന്നത് നല്ലത്. പിന്നെ പല്ലവി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ വേറൊരു പർപ്പസിനായിക്കൊടുന്നില്ല. സംശയങ്ങളാ. ക്ലോസായി വാച്ച് ചെയ്യാം. ഓക്കെ, ശരി സാർ. പാസേജ്. ആൻസി, ഈ പല്ലവിയെ ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്യാനോ? എന്തിനാ? അവൾ ആരെയൊക്കെ വിളിക്കുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം. അവൾ അറിയാതെ. പ്രോബ്ലം എന്താ സർ? പ്രോബ്ലം ഉണ്ട്. അതാ രാജ്മോഹൻ സാർ പറഞ്ഞേ. ആൻസി ഒന്ന് മുകളിലോട്ട് വാ. കുഞ്ഞമ്മ, ഞാനേ ഒന്ന് പുറത്തു പോവാട്ടോ. 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. കുഞ്ഞമ്മ വരുന്നോ? എന്ത് വാങ്ങാൻ പോവാ? ചുരിദാർ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിലേക്ക് 1-2 സാധനം വാങ്ങണം. ഇപ്പൊ സന്ധ്യ കഴിഞ്ഞില്ലേ, നമുക്ക് നാളെ പോ. അല്ല കുഞ്ഞമ്മ, 1-2 ദിവസം ഷോപ്പ് ക്ലോസ് ആയിരിക്കും. എന്തോ ഫംഗ്ഷനൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഏതായാലും ലേറ്റ് ആയില്ലേ, ഒറ്റയ്ക്ക് പോകണ്ട. നീ വെയിറ്റ് ചെയ്യേ, ഞാനിവിടെ വരാം. റെഡി ആവട്ടെ. ആ കൊച്ചിൻ്റെ അമ്മേ, ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറുന്നിടത്ത് ഒരു ഓട്ടോ കിടപ്പുണ്ട്. നിങ്ങൾ അതിൽ കയറിയിട്ടേ നേരെ മുറ്റത്ത് വന്ന് ഇറങ്ങിയാൽ മതി. നമ്മൾ ഒന്നിച്ചാ വന്നെന്ന് അറിയരുതിട്ടാ. ബാക്കിയൊക്കെ പറഞ്ഞതുപോലെ. ദേ, അലക്സിനെ സൂക്ഷിക്കണോട്ടാ. അവൻ വാവിട്ടൊന്ന് പറയരുതിട്ടാ. ശരി, വെച്ചോ. ആന്റിസിപ്പേറ്റർ കൊടുക്കണമെങ്കിൽ വക്കീല് പറഞ്ഞാ മതി. മാഡം. ആ, അതുപോലെ ചെയ്യാം. ആ മാഡം. ആ, ശരി വക്കീലേ. എന്താ ബേബി, നിങ്ങൾ സിനിമ വേറെ തുടങ്ങുന്നു കേട്ടല്ലോ. എനിക്ക് കിട്ടാനുള്ള പൈസയുടെ കാര്യം ബേബി ഉഴപ്പിക്കളയരുത്. ഞാനാ ഉഴപ്പാനാ? എല്ലാം റെഡി. ആ ചക്രപാണി സാറ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു മാഡത്തിന് ചെലവായ 6.5 കോടി പലിശ സഹിതം കൊടുക്കണമെന്ന്. പടം തുടങ്ങണതിന് മുന്നേ ഒറ്റ സെറ്റിൽമെന്റ്. പക്ഷെ പുള്ളിക്ക് താല്പര്യമില്ല.
മാഡം, നമ്മുടെ ആദിത്യ മൂവീസ് കൈത്തള്ളിയ പ്രോജക്റ്റ് വേറെ ആരും കൈവയ്ക്കില്ല. നൂർജഹാൻ ആനന്ദനെ വേണം. അതുകൊണ്ട് അവർ കയ്യിലുള്ള പൈസ അങ്ങോട്ട് ഇറക്കും. അപ്പൊ പിന്നെ അവരുടെ അടുത്തെല്ലാം സെറ്റിൽ ചെയ്തിട്ട് പടം തുടങ്ങിയാൽ മതി എന്ന് പറ. ഏയ്, അത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഒറ്റ സെറ്റിൽമെന്റ് അതേ നടക്കുള്ളൂ. അതെ, മുടക്കേന്റെ പകുതി ഞാൻ അങ്ങോട്ട് സെറ്റിൽ ചെയ്തോളാം. 6.5 കോടി ചെലവാക്കിയതല്ലേ ബേബി, അങ്ങനെ പകുതിയായാലും എങ്ങനെയാ? ഏയ് മാഡം, ഈ പ്രോജക്റ്റ് വേറെ ആരും എടുത്തില്ലെങ്കിൽ മാഡം ചെലവാക്കിയ പൈസ എങ്ങനെ വസൂലാവും? അപ്പൊ കിട്ടണത് പകുതിയാണെങ്കിലും അതുകൊണ്ട് മാഡം തൃപ്തിയാണെന്നല്ലേ നല്ലത്. ഇപ്പൊ മാഡത്തിന് പൈസയുടെ ഒരുപാട് ആവശ്യമുള്ള സമയമല്ലേ? പകുതി എങ്കിൽ പകുതി, ഒറ്റ സെറ്റിൽമെന്റ് ആയിട്ട് ബേബി തന്നെ റെഡിയാക്കി തരണം. ഏറ്റു, അത് ഞാൻ ഏറ്റു. പിന്നെ ബേബി, ആ വർഗീസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഏയ്, നമ്മുടെ വീടിന്റെ കാര്യത്തിലല്ലേ ഞാൻ അവിടെന്നാ പറഞ്ഞേ. എന്തായി? അനന്തൻ സാധനങ്ങളുമായിട്ട് ഇറങ്ങിയോ? ഏയ്, ഞാൻ അങ്ങോട്ട് ഇറക്കി. കുറച്ച് നാളും കൂടി സമയം ചോദിച്ചു. ആര്? ആനന്ദനോ? ഏയ്, ആൻസിയുടെ അനീത്തി ആനി, അവളുടെ ഭർത്താവ് അലക്സും. അതെന്തിനാ ബേബി? അവള് തോണിക്കരയെന്ന് കൊച്ചിനും കൊണ്ട് ഇവിടുത്തെ സ്കൂളിൽ ചേർത്തേക്കല്ലേ. ഇപ്പൊ അനന്തന്റെ പിള്ളേരും ആനിയുടെ കൊച്ചും. നാട്ടിലെ അവളുടെ തറവാട്ടിൽ ചെന്ന് കയറാൻ അവൾക്ക് ഭയങ്കര നാണക്കേട്. അവൾക്ക് വേറെ ജോലിയൊക്കെ ഉള്ളതല്ലേ? ജോലിയൊന്നും പെർമനന്റ് അല്ല, അത് ഭയങ്കര പാടാന്നേ. ആൻസി വർഗീസ് ചാൻസി റാണിയായിട്ട് നിൽക്കല്ലേ, അവള് നോക്കിക്കോളും. അങ്ങോട്ട് ചെല്ലട്ടെ. അനന്തൻ കൊച്ചുങ്ങളെ എങ്ങോട്ട് കൊണ്ടാക്കും? ആൻസിക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും അല്ലേ? ഇല്ല മാഡം, അവറ്റങ്ങള് പോണോടത്തേക്ക് തന്നെ പോയി. അതെവിടെയാ? നമ്മുടെ നൂർജഹാന്റെ അടുത്ത്. നൂർജഹാന്റെ അടുത്തോ? ആ, ഇപ്പൊ അനന്തരം അങ്ങോട്ട് പോണ ലക്ഷണ കാണേട്ടാ. അതെ മാഡം, ഈ ആനന്ദം നിർബന്ധിച്ചുകൊണ്ടാ ഈ ആനി ഇവിടെ വന്ന് നിക്കണത്. ഈ ആൻസി വർഗീസിന് തിരിച്ചൊരു പണി നമുക്ക് കൊടുക്കണ്ടേ? അവളുടെ അനീത്തി ഈ വീട്ടില് മാഡത്തിന്റെ വേലക്കാരിയായിട്ട് ഇവിടെ തൂപ്പ് തുടപ്പുകാരിയായിട്ട് നിക്കണം. അങ്ങനെ മാഡം പ്രതികാരം ചെയ്യണത്. ചില സീരിയലിലെ കണ്ടല്ലേ മാഡം, പ്രതികാരം, മധുര പ്രതികാരം. ആൻസിയുടെ അനീത്തിനെ ഇവിടെ കൊണ്ട് നിർത്തി പണിയെടുപ്പിക്കണം. ദേ കൂലിപ്പണി. അവളുടെ ഭർത്താവ് അലക്സ് ഇല്ലേ, അവനെ ഇവിടുത്തെ തോട്ടക്കാരനാക്കും വേണം. മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല മുട്ടം പണിയല്ലേ അത്? എന്തേ?